ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 27 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ വിപണിക്ക് ഓപ്പൺ ഗെയിൻസ് നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിപണി ഓപ്പണിംഗ് ഗെയിൻസ് നിലനിർത്താതെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം യു എസ് മാർക്കറ്റുകളിലേക്ക്. അമേരിക്കൻ ഓഹരി വിപണികൾ വ്യാഴാഴ്ച കനത്ത ഇടിവിലേക്ക് മാറി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് മുൻനിര കമ്പനിയായിട്ടുള്ള എൻവിഡിയയുടെ ഫലങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് ഇൻവെസ്റ്റേഴ്സിന് തൃപ്തികരമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇന്നലെ ഓഹരി ഏകദേശം 5% ഇടിവാണ് ഉണ്ടാക്കിയത്. സൈക്ലിക്കൽ മേഖലയിലേക്കുള്ള മാറ്റം കാരണം ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ചെറിയ ഉയർച്ചയിൽ തുടർന്നെങ്കിലും ഫിലാഡൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 3.2% ഇടിവുണ്ടാക്കി. നാസ്ഡാക്ക് ഇന്നലെ ഇടിഞ്ഞത് 1% മുകളിലായിട്ടാണ്. S&P 500 0.54%, ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. എൻവിഡിയയുടെ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അനലിസ്റ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെ ആയിരുന്നിട്ടും സ്റ്റോക്ക് ഇന്നലെ 5% ഇടിഞ്ഞത്. ഇന്നലെ US ടെക്, കമ്മ്യൂണിക്കേഷൻ സർവീസസ് സെക്ടറുകളാണ് കൂടുതലായി ഇടിഞ്ഞത്. എന്നാൽ ബാങ്കിംഗ് ഓഹരികൾ ഇന്നലെ അവിടെ നേട്ടമുണ്ടാക്കിയിരുന്നു. എന്നാൽ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം പോസിറ്റീവ് തന്നെയായിരുന്നു. ഇൻഫോസിസ് 3% മുകളിൽ ഉയർന്നു. വിപ്രോ 2% നേട്ടം. HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയവ 0.5% ഇടിവുണ്ടാക്കിയപ്പോൾ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. യൂറോപ്യൻ വിപണികൾ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.29% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് വലിയ ഇടിവിലാണ്, 2% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇടിവിൽ തന്നെയാണ്. 25,555 എന്ന നിലയിൽ 110 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 80 പോയിന്റ്സിനടുത്തുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ഇപ്പോൾ നിഫ്റ്റിയിൽ സാധ്യത കാണുന്നുണ്ട്. അടുത്തായി മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് വന്നാൽ ഇന്നലെ സ്പോട്ട് ഗോൾഡിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,18,080 എന്ന നിലയിലാണ്. ഇനി ക്രിപ്റ്റോ കറൻസിയിൽ വലിയ വൊളറ്റാലിറ്റിയാണ് കാണുന്നത്. ഇന്നലെ 5% നേട്ടം കണ്ടപ്പോൾ ഇന്നിപ്പോൾ 3% ഇടിവിലാണ് ബിറ്റ്കോയിൻ ഉള്ളത്. $67,000 ട്രേഡ് ചെയ്യുന്നു. ഇനി ഓയിൽ പ്രൈസുകളും വലിയ മാറ്റമില്ലാതെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബ്രന്റ് WTI ഫ്യൂച്ചേഴ്സ് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇടിവിലാണ്. 0.3% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് ലഭിക്കുമെങ്കിലും പിന്നീട് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഡൗൺ ആവുന്നതാണ് കണ്ടത്. ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ അത്തരത്തിൽ ഒരു ഗ്യാപ്പ് ഡൗൺ കൂടി ഇന്ന് വരുമ്പോൾ എത്തരത്തിലാണ് മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കുക? മാർക്കറ്റ് വീണ്ടും ഡൗൺ ആവാനാണോ സാധ്യത, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു തിരിച്ചുവരവ് മാർക്കറ്റിൽ ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസിന് ലൈക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ വലിയ വാർത്തയായി പറയാനുള്ളത് മ്യൂച്വൽ ഫണ്ട് രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുന്നു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. 81 ലക്ഷം കോടി രൂപ വരുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഇതൊരു ഗെയിം ചേഞ്ചിങ് റിഫോം തന്നെ ആയിരിക്കും എന്ന് തന്നെ പറയാം. ആദ്യത്തെ വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ എക്സ്പോഷർ 35% വരെയാണ്. ഇനി ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിന് 35% വരെ ഗോൾഡ്, സിൽവർ ഇൻവിറ്റ്സിൽ നിക്ഷേപിക്കാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നത് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു കറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഒരു ഹെഡ്ജായിട്ട് ഉപയോഗിക്കാം. ഇക്വിറ്റി മാർക്കറ്റ് കൂടുതൽ വൊളറ്റൈൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് കൊണ്ടുവരും. രണ്ടാമത്തെ ഒരു തീരുമാനമായി പറയുന്നത് സൊല്യൂഷൻസ് ഓറിയൻറ്റഡ് സ്കീം ഇനി പുതിയ നിക്ഷേപം സ്വീകരിക്കില്ല. ഏകദേശം 60,000 കോടി രൂപ വരെയുള്ള സ്കീമുകൾ സിമിലർ അലോക്കേഷനുള്ള മറ്റ് ഫണ്ടുകളിലേക്ക് മെർജ് ചെയ്യും. മൂന്നാമത്തേതായി പറയുന്നത് മൾട്ടി ക്യാപ് ഫണ്ടുകളിൽ ഒരു സ്ട്രിക്റ്റ് റൂൾ വരുന്നു. ഇനി മൾട്ടി ക്യാപ് ഫണ്ടുകൾ എന്ന് പറയണമെങ്കിൽ കുറഞ്ഞത് 25% ലാർജ് ക്യാപ്പിലും 25% മിഡ് ക്യാപ്പിലും 25% സ്മോൾ ക്യാപ്പിലും നിക്ഷേപിക്കണം. മറ്റൊരു നാലാമത്തെ പോയിന്റായി പറയുന്നത് തീമാറ്റിക് ആൻഡ് സെക്ടോറിയൽ ഫണ്ട്സിൽ ഓവർലാപ്പ് പാടില്ല. മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് പല തീമാറ്റിക് അല്ലെങ്കിൽ സെക്ടോറിയൽ ഫണ്ടുകൾ ഉപയോഗിക്കാം. ആ കമ്പനിക്ക് 2 ഫണ്ടുകൾ തമ്മിൽ 50% കൂടുതൽ ഒരേ സ്റ്റോക്കുകൾ ഉണ്ടാകരുത്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് ഒരുപക്ഷെ IT ഫണ്ട് ഉണ്ടായിരിക്കാം, ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് ഉണ്ടായിരിക്കാം. ഇതിൽ രണ്ടിലും ഒരേ സ്റ്റോക്കുകളായിരിക്കാം ഒരുപക്ഷെ ഉണ്ടായിരിക്കുക. അത്തരത്തിൽ ഒരു റിപ്പീറ്റേഷൻ വരാൻ പാടില്ല എന്നാണ് പറയുന്നത്.
ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് കൂടുതൽ ട്രാൻസ്പാരൻസി കൊണ്ടുവരും. കൂടാതെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഇതിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. ലോങ് ടേമിലേക്ക് ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനും ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയിലേക്കാണ്. EV സ്കൂട്ടർ സെഗ്മെന്റിൽ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഇലക്ട്രോണിക് സ്കൂട്ടർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. പൈനിയറായ ഏത്തർ എനർജി ഇപ്പോൾ സ്കെയിൽ പ്രഷർ നേരിടുമ്പോൾ ലെഗസി ജെയിൻസായ TVS മോട്ടോർ കമ്പനി, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോകോപ്പ് തുടങ്ങിയവ ശക്തമായി മുന്നേറുകയാണ്. EV സ്കൂട്ടർ യുദ്ധം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏത്തർ എനർജി മൊത്തം വിറ്റത് 5 ലക്ഷം യൂണിറ്റാണ്. QY ഫിനാൻഷ്യൽ ഇയർ 2026 68,000 യൂണിറ്റ് വിറ്റു. അതായത് ഇയർ ഓൺ ഇയറിൽ 50% വർധനമാണ് സെയിൽസിൽ ഉണ്ടായിരിക്കുന്നത്. മാർക്കറ്റ് ഷെയർ 18.8%. സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഏത്തർ എനർജി തുടരുന്നു. 24% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇനി TVSൻ്റെ കാര്യത്തിലേക്ക് വരാം. TVSൻ്റെ iQube മോഡൽ കൂടാതെ ഓർബിറ്റർ തുടങ്ങിയവ ശക്തമായ സെയിൽസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കലണ്ടർ ഇയർ 2025 സെയിൽസ് 3 ലക്ഷം യൂണിറ്റ് അടുത്തിരിക്കുകയാണ്. ജനുവരിയിൽ മാത്രം 34,440 യൂണിറ്റുകൾ അവർ വിറ്റ് കഴിഞ്ഞു. മാർക്കറ്റ് ഷെയറായി വരുന്നത് ഏകദേശം 28 മുതൽ 29%. അടുത്തതായി ബജാജിൻ്റെ അഗ്രസീവ് പ്രൈസിംഗ് സ്ട്രാറ്റജി കാരണം ബജാജ് ചേതക്ക് നല്ല സെയിൽസാണ് വരുന്നത്. ഏർലി ഫെബ്രുവരിയിലെ സെയിൽസ് എന്ന് പറയുന്നത് 11,943 യൂണിറ്റാണ്. മാർക്കറ്റ് ഷെയർ 23%. ഇതുകൂടാതെ ഹീറോ എന്ന കമ്പനി നോക്കുകയാണെങ്കിൽ വിട നല്ല സെയിൽസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏർലി ഫെബ്രുവരിയിലെ സെയിൽസ് 5,691 യൂണിറ്റാണ്. 8ാമത്തെ മാസവും 10,000 യൂണിറ്റിൽ കൂടുതൽ അവർക്ക് മന്ത്ലി സെയിൽസ് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ കണക്കുകൾ നോക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ TVSൻ്റെ കയ്യിൽ ഭദ്രമാണ്. കൂടാതെ തൊട്ടു പിന്നിൽ ബജാജ് ഓട്ടോയുമുണ്ട്. അതിനുശേഷമാണ് ഏത്തർ എനർജി വരുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം വിശാൽ മെഗാമാർട്ട്. പ്രൊമോട്ടർ സയൻസ് സർവീസസ് ഏകദേശം 6.5% ഓഹരി ബ്ലോക്ക് ഡീലിലൂടെ വിൽക്കാൻ സാധ്യതയുണ്ട്. ഓഫർ സൈസ് 3,507.5 കോടി രൂപയാണ്. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 115 രൂപയുമാണ്. അടുത്തത് ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. GMDC NTPCയുമായി ഒരു MOU ഒപ്പുവെച്ചു. അടുത്തത് നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യ എന്ന കമ്പനിയാണ്. വെർട്ടിവുമായുള്ള സഹകരണത്തോടെ AI ഡാറ്റ സെന്ററുകൾക്കായി GPU കമ്പ്യൂട്ട് പ്ലാറ്റ്ഫോം സംയുക്തമായി വികസിപ്പിക്കും. അടുത്തത് MSTC ആണ്. കോൾ ഇന്ത്യയുമായി ജെം ടെൻഡറിൽ NRS സെക്ടറിന് 3 വർഷത്തേക്ക് ലിങ്കേജ് ലേലം നടത്തുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ ബിഡ് ലഭിച്ചിരിക്കുന്നു. അടുത്ത് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്ന കമ്പനിയാണ്. പൂർണ്ണ ഉടമസ്ഥതയിലുള്ള NBFC ആയ ജിയോ ക്രെഡിറ്റിൽ 3.35 കോടി രൂപ ഓഹരികൾക്ക് 1,199.88 കോടി രൂപ കമ്പനി നിക്ഷേപിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് മറ്റൊരു കമ്പനി. മാർച്ച് 6 ബോർഡ് യോഗം ചേരും. ഫിനാൻഷ്യൽ ഇയർ 2026 രണ്ടാം ഇടക്കാല ഡിവിഡൻഡ് കമ്പനി പരിഗണിക്കും. എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ് മറ്റൊരു കമ്പനി. കമ്പനി ഡിവിഡൻഡായി ₹1.50 പ്രഖ്യാപിച്ചിരിക്കുന്നു. റെക്കോർഡ് ഡേറ്റ് മാർച്ച് 6. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. അടുത്തായി FID ആക്ടിവിറ്റിയിലേക്ക്. ഇന്നലെയും FIS സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. 3,466 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്ത്. DIS ആവട്ടെ 5,032 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 25,497 14 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള 3 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് റെഡ് ക്യാൻഡിലുകൾ തന്നെയാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എത്തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 19-ാം തീയതിയിലെ ആ ഒരു ലോങ് റെഡ് ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അന്നത്തെ ആ ഫെബ്രുവരി 19-ാം തീയതിയിലെ ലോയ്ക്ക് താഴെയായിട്ട് ഒരു ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ബീറിഷ്നെസ് ഉണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് അത് നൽകുന്നത്. അപ്സൈഡിലേക്ക് വന്നാൽ ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ തന്നെയാണ് പ്രധാനപ്പെട്ടതായി വരുന്നത്.
ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അപ്സൈഡിൽ ഈ ഒരു സോൺ തന്നെയായിരിക്കും പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത്. ഇനി ഒരുപക്ഷെ ഫെബ്രുവരി 19 ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 200 ഡേ EMA ആണ്. കൂടാതെ 25,250 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലാവാനും സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 61,188 144 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം നല്ല ഒരു റിവേഴ്സൽ ബാങ്ക് നിഫ്റ്റിയിൽ എല്ലാ ദിവസവും ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നും നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് കാണാൻ കഴിയുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇനി നമ്മൾ പ്രത്യേകമായി വാച്ച് ചെയ്യേണ്ടത് ബാങ്ക് നിഫ്റ്റിയിലെ റെഡ് ക്യാൻഡിലുകൾ തന്നെയാണ് തുടർച്ചയായിട്ട് 3 ദിവസം ഫോം ആവുന്നതെങ്കിലും അതിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് ഒരു അപ്പ് മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾക്ക് ചെറിയ പ്രതീക്ഷകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഏതായാലും ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് വാച്ച് ചെയ്യാം. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.